RGB, ARGB, ഓട്ടോ RGB. നിങ്ങൾ PC കമ്പോണൻസ് വാങ്ങുന്ന ടൈമിൽ ഈ ടേംസ് ഒക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇതെല്ലാം ഡിഫറെൻ്റ് ആണ്. ഇതൊക്കെയാണ് RGB. ഇതിൻ്റെ കളർ ഫുള്ളി നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇൻഡിവിജ്വലി നമുക്ക് കൺട്രോൾ ചേഞ്ച് ചെയ്യാൻ പറ്റത്തില്ല. ഇതിന് മൊത്തത്തിൽ 4 പിൻ കണക്ടേഴ്സാണ് വരുന്നത്. മദർ ബോർഡിൽ ഇതാണ് 4 പിൻ കണക്ടർ RGBയുടെ വരുന്നത്. ഇത് 12 വോൾട്ടിലാണ് ഒട്ടുമിക്ക RGB ഇത് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഇത് ARGB സ്ട്രിപ്പ്, ഇത് ARGB ഫാനാണ്. ഇതിൻ്റെ ഓരോ LED-യും നമുക്ക് ഇൻഡിവിജ്വലി കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇതുപോലത്തെ പാറ്റേൺസും എഫക്ട്സും ഒക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ARGB ഡിവൈസസ് വേണം യൂസ് ചെയ്യാൻ. ഇപ്പോൾ ഈ ഫാനിൻ്റെ ഇത് ഇൻഡിവിജ്വലി ഞാനിപ്പോൾ കൺട്രോൾ ചെയ്ത് കാണിക്കാം. ഇവിടെ ഇപ്പം ബ്ലൂ കളർ ഈ ഒരു സെഗ്മെൻറ്റിൽ വരണമെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ ബ്ലൂ ആഡ് ചെയ്യാൻ പറ്റും. കണ്ടോ, ബ്ലൂ ആഡ് വരുന്നുണ്ടോ? ARGB 2 ടൈപ്പ് ഉണ്ട്. ഒന്ന് നോർമൽ ARGBയും അതുപോലെ തന്നെ ARGB Gen 2. ARGB Gen 2ൽ ARGB Gen 2 സപ്പോർട്ട് ചെയ്യുന്ന ഫാൻസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്പ്ലിറ്റേഴ്സ് അല്ലെങ്കിൽ ഡേസി ചെയിനിങ് യൂസ് ചെയ്തിട്ട് മൾട്ടിപ്പിൾ ഫാൻസൊക്കെ ഈസി ആയിട്ട് കണക്ട് ചെയ്യാം. അത് കോൺഫിഗർ ചെയ്യാൻ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഇതെല്ലാം 3 പിൻ ടൈപ്പ് കണക്ടേഴ്സിലാണ് വരുന്നത്. മദർ ബോർഡിൽ ഇതുപോലത്തെ 3 പിൻ റിസീവ് ചെയ്യാൻ പറ്റുന്ന പോർട്സും കാണും. ഈ DLED2 എന്നും പറഞ്ഞ് എഴുതി വെച്ചിരിക്കുന്നത് ഇതുപോലത്തെ കണക്ടേഴ്സാണ്. ഈ 3 പിൻ കണക്ടേഴ്സാണ് ARGBക്ക് വേണ്ടി യൂസ് ചെയ്യുന്നത്. ARGB പിൻസ് കൂടുതലും 5 വോൾട്ടിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. ഈ കാണുന്നതാണ് ഓട്ടോ RGB. ഇതിൽ നമുക്ക് ലൈറ്റ് കൺട്രോൾ ചെയ്യാനേ പറ്റത്തില്ല. ഓൾറെഡി മാനുഫാക്ചർ ചെയ്ത് കിട്ടുമ്പോൾ ഒരു പാറ്റേൺ കാണാം. ആ പാറ്റേൺ ആണ് ഇത് ഫുൾ ടൈം കത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് ഓഫ് ആക്കണം എന്ന് വെച്ചാൽ പോലും ഇത് ഓഫ് ആക്കാൻ പറ്റത്തില്ല. കാരണം ഫാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫാനിൻ്റെ കൂടെ ഓൾറെഡി ഇത് വയർഡാണ്, സെപ്പറേറ്റ് പിൻസോ കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഓട്ടോ RGB ഫാൻസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഓഫ് ആക്കാൻ പറ്റത്തില്ലെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ വേണം എടുക്കാൻ.